ബാങ്ക് എക്സാമുകൾക്ക് ട്രൈ ചെയ്യുന്ന ആളുകളാണോ നിങ്ങൾ, അല്ലെങ്കിൽ ബാങ്കിങ് എക്സാമുകൾ നോക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ ഏറ്റവും നല്ല അവസരമാണ് ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിലുള്ളത്. IBPS SBI ക്ലർക്ക് എക്സാമുകളുടെ നോട്ടിഫിക്കേഷൻസ് ഇപ്പോൾ ലൈവ് ആണ്. അതിന്റെ വേക്കൻസി മറ്റ് കാര്യങ്ങളെല്ലാം ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറഞ്ഞു തരാം. കൂടാതെ എങ്ങനെ നിങ്ങൾ ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം, ദിശ അക്കാഡമി അതിന് നിങ്ങളെ എങ്ങനെ ഹെൽപ്പ് ചെയ്യും, ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരാം. ആദ്യം രണ്ട് നോട്ടിഫിക്കേഷൻസും ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം. ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കുന്നത് IBPSന്റെ സൈഡിൽ നിന്നാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. IBPSന്റെ സൈഡിൽ നിന്നുള്ള നോട്ടിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഓഗസ്റ്റ് 1 മുതൽ ഓഗസ്റ്റ് 21 വരെയാണ് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ്. ഓക്കെ, ഈ ഡേറ്റ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓഗസ്റ്റ് 1 ടു ഓഗസ്റ്റ് 21 വരെയാണ്. അതായത് നമുക്ക് 21 തീയതി വരെ ഈ എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ക്ലർക്ക് എക്സാം ആണ് കേട്ടോ. ക്ലർക്ക് എന്ന് പറയുന്നതിന്റെ പോസ്റ്റ് എന്ന് പറയുന്നത് കസ്റ്റമർ സർവീസ് അസോസിയേറ്റ് എന്നാണ് ആ പോസ്റ്റ് നെയിം വരുന്നത്. IBPS എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമല്ലോ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ ആണ് IBPS. അപ്പൊ IBPS നടത്തുന്ന പരീക്ഷയാണ് കസ്റ്റമർ സർവീസ് അസോസിയേറ്റ് എന്ന് പറയുന്ന ക്ലറിക്കൽ എക്സാം എന്ന് പറയുന്നത്. ഈ എക്സാം കുറേ പബ്ലിക് സെക്ടർ ബാങ്കുകളിലേക്കാണ് വരുന്നത്. അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരാം. ഒരു നാഷണൽ ലെവൽ എക്സാം ആണ്, ഓൺലൈനായിട്ടാണ് പരീക്ഷ നടത്തുന്നത്. 10,277 10277 വേക്കൻസീസ് ഈ എക്സാമിനുണ്ട്. അപ്പം അത്യാവശ്യം നല്ല വേക്കൻസിയോട് കൂടിയാണ് ഈ ക്ലറിക്കൽ എക്സാം വിളിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് ഇതിന്റെ പാർട്ടെന്ന് ചോദിച്ചാൽ, നമുക്ക് പ്രിലിംസ് ഉണ്ട്, മെയിൻസ് ഉണ്ട്. അല്ലാതെ ഇന്റർവ്യൂ കാര്യങ്ങളൊന്നുമില്ല. പ്രിലിംസും മെയിൻസും രണ്ട് എക്സാമുകൾ കൃത്യമായിട്ട് നിങ്ങൾ നല്ല സ്കോറോട് കൂടി പാസ്സാവാമെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്ലറിക്കൽ എക്സാം ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. രണ്ട് കാര്യങ്ങളാണ് ഇതിനകത്ത് അത്യാവശ്യം. നിങ്ങൾ ഒരു ഗ്രാജുവേറ്റ് ഡിഗ്രി ഉള്ള ആളായിരിക്കണം ഏതെങ്കിലും അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. അതുപോലെ തന്നെ 20 മുതൽ 28 വയസ്സിനിടയ്ക്കുള്ള ആളുകളായിരിക്കണം നിങ്ങൾ. ഇതാണ് എന്തെന്ന് പറയുന്നത് IBPS എക്സാമിന് വേണ്ടി നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ്. മനസ്സിലായല്ലോ കാര്യങ്ങൾ? നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഡിഗ്രി ആയിരിക്കണം, ഏജ് ലിമിറ്റ് 20 to 28 ആയിരിക്കണം, അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് ഓഗസ്റ്റ് 1 മുതൽ, അതായത് ഇപ്പൊ നമുക്ക് അപ്ലൈ ചെയ്യാം. എന്ന് വരെ അപ്ലൈ ചെയ്യാം? ഓഗസ്റ്റ് 21 തീയതി വരെ അപ്ലൈ ചെയ്യാം. ഓൺലൈനായിട്ടാണ് എക്സാം നടക്കുന്നത്. 10,277 വേക്കൻസീസ് അവൈലബിൾ ആണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പേഴ്സണൽ ബാങ്കിങ് സെലക്ഷൻ എന്ന് പറയുന്ന IBPS ആണ് എന്ത് നടത്തുന്നത്, ഈ പരീക്ഷ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് IBPSന്റെ പറഞ്ഞു. ഇതിനോടൊപ്പം നമുക്ക് ഒരേ രീതിയിൽ തന്നെ പഠിക്കാവുന്ന മറ്റൊരു നോട്ടിഫിക്കേഷനാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സൈഡിൽ നിന്ന് വന്നിരിക്കുന്നത്. എന്താണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സൈഡിൽ നിന്ന് വന്നിരിക്കുന്നത്? അതും ക്ലർക്ക് എക്സാം ആണ്. ജൂനിയർ അസോസിയേറ്റ് എന്നാണ് പോസ്റ്റിന്റെ നെയിം വരുന്നത്. 5,180 വേക്കൻസി. ഓൺലൈനായിട്ടാണ് എക്സാം നടക്കുന്നത്. 6 ഓഗസ്റ്റ് മുതൽ 26 ഓഗസ്റ്റ് വരെ. ഈ ഡേറ്റ് പ്രത്യേകം ശ്രദ്ധിച്ചു നോക്കുക. നമുക്ക് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് ആണ്. അതായത് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ ലൈവ് ആണ്. പ്രിലിമിനറി എക്സാം നടക്കുന്നത് സെപ്റ്റംബറിലും മെയിൻസ് എക്സാം നടക്കുന്നത് നവംബറിലുമായിട്ടാണ്. അപ്ലൈ ചെയ്യുന്ന സൈറ്റ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഉടനെ തന്നെ എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. ഇതിന്റെയും ക്വാളിഫിക്കേഷൻ എന്ത് തന്നെയാ, ഡിഗ്രി വേണം. അതുപോലെ തന്നെ എന്താണ്, ഏജ് ലിമിറ്റ് 20 to 28 എന്നുള്ള രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണം. ഈ രണ്ട് കാര്യങ്ങൾ. അപ്പോൾ ഒരേ ഏജ് ലിമിറ്റ് ഉള്ള, ഒരേ ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ഏകദേശം ഒരു 16,000-ഓളം വേക്കൻസി വരുന്ന പരീക്ഷകൾ അല്ലെങ്കിൽ അവസരങ്ങളെ പറ്റിയാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പങ്കുവച്ചിട്ടുള്ളത്. അതുപോലെ IBPSന്റെ പ്രധാനപ്പെട്ട ഡേറ്റുകളോടൊന്ന് മനസ്സിലാക്കിക്കോ. പ്രിലിംസ് എക്സാം നടക്കുന്നത് 4th 5th ഒക്ടോബർ ടൈമുകളിലാണ്. മെയിൻസ് എക്സാം നടക്കുന്നത് 29th നവംബർ ടൈമുകളിലാണ് നടക്കുന്നത്. മനസ്സിലായോ? ഇപ്പൊ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് എല്ലാം കിട്ടിയല്ലോ. അപ്പൊ ഒട്ടും സമയം കളയാതെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പ്രധാനപ്പെട്ട രണ്ട് നോട്ടിഫിക്കേഷൻ നിങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ്, സുഹൃത്തുക്കൾ അല്ലെങ്കിൽ പേരൻസ് ആണ് കാണുന്നതെങ്കിൽ കുട്ടികൾക്കെല്ലാം കൃത്യമായിട്ട് ഈ വീഡിയോ കാണിച്ചു കൊടുത്ത് എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറയുക. ഓക്കെ, ഇനി ദിശ അക്കാഡമി എങ്ങനെ നിങ്ങളെ ഈ എക്സാമിന് വേണ്ടി ഹെൽപ്പ് ചെയ്യും? തീർച്ചയായിട്ടും ദിശ അക്കാഡമിയുടെ ട്രിവാൻഡ്രം അതുപോലെ തന്നെ കൊട്ടാരക്കര ബ്രാഞ്ചുകൾ ഇപ്പോൾ നിലവിൽ IBPS SBI ക്ലർക്കിന്റെ പുതിയ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഓഫ്ലൈനായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൊട്ടാരക്കരയോ ട്രിവാൻഡ്രമോ നിങ്ങളുടെ നിയറസ്റ്റ് ലൊക്കേഷൻ ഏതാണെന്ന് വെച്ചാൽ അവിടെ വന്ന് നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ട് പഠിക്കാം. ഓൺലൈനായിട്ട് പഠിക്കേണ്ടവർക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ദിശ ലേണിംഗ് ആപ്ലിക്കേഷൻ ക്ലാസ്സുകളുണ്ട്. ഇനി ഇതൊന്നും അല്ല എങ്കിൽ ദിശ ബാങ്കിങ് എക്സാംസ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ തന്നെ അവൈലബിൾ ആണ്. അതിലൂടെ കൃത്യമായിട്ട് ഇനി ആർക്കെങ്കിലും പേയ്മെന്റ് ഒക്കെ കൊടുത്ത് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ചാനൽ ഫോളോ ചെയ്ത് പഠിക്കും. ദിശ ബാങ്കിങ് എക്സാംസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലൂടെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് സിലബസ് അനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകൾ IBPS ക്ലർക്ക് എക്സാമിന് വേണ്ടി തരാനായിട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാവരും ആ ചാനലിലേക്ക് പോയി, ഇത് നമ്മുടെ മെയിൻ ചാനലിലാണ് ഈ വീഡിയോസ് ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ മെയിൻ ബാങ്കിങ് ചാനലിലേക്ക് നിങ്ങൾ പോയി ആ വീഡിയോസ് കൂടി കണ്ട്
കൃത്യമായിട്ട് എക്സാമിന് വേണ്ടി പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി ഈ നോട്ടിഫിക്കേഷനെ പറ്റി മറ്റു ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാം. ഏതൊക്കെയാണ് ഈ പബ്ലിക് സെക്ടർ ബാങ്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് ഓഫ് ബറോഡ, കാനറ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, യൂക്കോ ബാങ്ക്, ബാങ്ക് ഓഫ് ഇന്ത്യ, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, യൂണിയൻ ബാങ്ക്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, ഇന്ത്യൻ ബാങ്ക്, പഞ്ചാബ് സിന്ധ് ബാങ്ക്. ഇവയൊക്കെയാണ് IBPS ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷനകത്ത് പങ്കെടുക്കുന്ന പ്രധാനപ്പെട്ട ബാങ്കുകളുടെ ഡീറ്റെയിൽസ് ആണ് ഞാൻ പറഞ്ഞത്. ഇനി എന്ത് നിങ്ങൾക്ക് അറിയണം? ഈ പോസ്റ്റിന് വരുന്ന സാലറി എത്രയുണ്ടെന്ന് അറിയണം. ഇതാ നോക്കൂ, നിങ്ങൾക്ക് ഗ്രോസ് സാലറി ആയിട്ട് കിട്ടുന്നത് 40,720 രൂപയാണ് സ്റ്റാർട്ടിംഗ് സാലറി ആയിട്ട് വരുന്നത്. അത് ബേസിക് പ്ലസ് കുറെ അലവൻസസ് കൂടി ആഡപ്പ് ചെയ്തിട്ടാണ് ഈ സാലറി നിങ്ങൾക്ക് ബേസിക് സാലറി പ്ലസ് അലവൻസസ് ചേർന്നാണ് സ്റ്റാർട്ടിംഗ് സാലറി ആയി 40,000 ആൻഡ് എബോവ് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നല്ല ഒരു ഓപ്പർച്യൂണിറ്റിയാണ് എന്തെന്ന് പറയുന്നത് ബാങ്കിങ് എക്സാംസ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഈ പറഞ്ഞ ബാങ്കുകളൊക്കെ നിങ്ങളുടെ വീടിൻ്റെ അടുത്തും നിയറസ്റ്റ് ആയിട്ടും ഒക്കെ ഉണ്ട്. അത്യാവശ്യം ഒരു 10 to 5 എന്ന് പറയുന്ന ഓഫീസ് ടൈമിൽ ക്ലറിക്കൽ ജോബുകളൊക്കെ ആകുമ്പോൾ ഒരുപാട് ടൈമിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. വൃത്തിയായി നിങ്ങൾക്ക് വർക്ക് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഏജ് ലിമിറ്റ് ഞാൻ നേരത്തെ നിങ്ങളെ ഓർമ്മിപ്പിച്ചു, 20 to 28 ആണ് വരുന്നത്. അതിൽ ചില റിലാക്സേഷൻസ് ഉണ്ട്. SC/ST കാറ്റഗറി ആളുകൾക്ക് 5 years, OBC പോലെയുള്ള നോൺ ക്രിമിനൽ ലെയർ വരുന്നത് 3 year വാലിഡിറ്റി, 3 year റിലാക്സേഷൻ ഉണ്ട്. അതുപോലെ തന്നെ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി 10 years ഓഫ് പിന്നെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചില കൈൻഡ് ഓഫ് ആളുകൾക്ക് ഏജിനകത്ത് 20 മുതൽ 28 ജനറൽ കാറ്റഗറി ആളുകളുടെ ഏജ് ലിമിറ്റ് എങ്കിലും അല്ലാത്ത കുറച്ച് റിസർവേഷൻ വരുന്ന കാറ്റഗറികൾ കൂടി ഞാനൊന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ഇനി കുറേ ആളുകളുടെ ചോദ്യമാണ്, അപ്പോൾ സാറ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എന്നാണ് അപ്ലൈ ചെയ്യേണ്ടത്, എന്താണ് ക്വാളിഫിക്കേഷൻ, എന്താണ് ഏജ് ലിമിറ്റ്, എന്നത്തേക്ക് പരീക്ഷ വരുമെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. എന്താണ് ഈ എക്സാമിന് പഠിക്കേണ്ടത്? വളരെ കൃത്യമായിട്ട് കുറേ ആളുകൾക്കെങ്കിലും അറിയാം. ബാങ്കിങ് എക്സാം എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി പഠിക്കേണ്ടത് ഇംഗ്ലീഷ്, റീസണിങ്, മാത്സ്, ഈ 3 കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. നമ്മൾ ഇംഗ്ലീഷിന് നല്ല വെയിറ്റേജ് ഉണ്ട്. എത്ര? 30 ക്വസ്റ്റ്യൻസ് 30 മാർക്ക്. അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റ്യൂഡ് അല്ലെങ്കിൽ മാത്സിന് 35 ക്വസ്റ്റ്യൻസ് 35 മാർക്ക്, റീസണിങ്ങിന് 35 ക്വസ്റ്റ്യൻസ് 35 മാർക്ക്. അങ്ങനെ ടോട്ടൽ 60 മിനിറ്റ് നടക്കുന്ന, 1 മണിക്കൂർ നടക്കുന്ന 100 ക്വസ്റ്റ്യൻസ് വരുന്ന 100 മാർക്കിന്റെ പരീക്ഷയാണ് ആര് കണ്ടക്ട് ചെയ്യുന്നത്? IBPS കണ്ടക്ട് ചെയ്യുന്നത്. എന്നാൽ SBI വരുമ്പോൾ ഇവിടെ വലിയ മാറ്റങ്ങളൊന്നും പ്രിലിമിനറി എക്സാമിന് ഇല്ല. അപ്പോൾ ഒരേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഈ 2 എക്സാമിനും പഠിക്കാം. എന്ത് പഠിക്കണം? ഇംഗ്ലീഷ് നന്നായി പഠിക്കണം, മാത്സ് പഠിക്കണം, റീസണിങ് പഠിക്കണം. നിങ്ങൾ ധൈര്യമായിട്ട് ദിശയിലോട്ട് പോര്. കൃത്യമായിട്ട് നിങ്ങൾക്ക് ഓഫ്ലൈൻ ജോയിൻ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളെ സെറ്റ് ആക്കിയിരിക്കും. ഈ ദെയർ ഓൺ ടൈമിൽ നിങ്ങളെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യിപ്പിച്ചിരിക്കും. അതല്ല, നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ കണ്ട് ഫ്രീ ആയി പഠിക്കണമെങ്കിൽ ദിശ ബാങ്കിങ് എക്സാംസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് പഠിച്ചോളൂ. അതിൽ നിന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഫ്രീ ആയിട്ട് എല്ലാ ദിവസവും മാത്സ്, റീസണിങ്, ഇംഗ്ലീഷിന്റെ ക്ലാസ്സുകളിലൂടെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്തത് എന്താണ്? മെയിൻസ് എക്സാം. ദിശ അക്കാഡമിയുടെ പ്രത്യേകത, നമ്മൾ പ്രിലിംസിന്റെ ടോപ്പിക്കുകൾ മാത്രമല്ല മെയിൻസിന്റെ ടോപ്പിക്കുകളുടെ കവറപ്പ് ചെയ്യുന്നുണ്ട്. എന്താണ്? ഫിനാൻഷ്യൽ അവയർനെസ്, കമ്പ്യൂട്ടർ അവയർനെസ്, ഇംഗ്ലീഷ്, റീസണിങ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ് കൂടാതെ കമ്പ്യൂട്ടർ അവയർനെസ് ആൻഡ് ഫിനാൻഷ്യൽ അവയർനെസ് എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടെ വരുന്നുണ്ട്. 155 ക്വസ്റ്റ്യൻസ് ആവും, 200 മാർക്കാണ് വരുന്നത്. 2 മണിക്കൂർ വരുന്ന പരീക്ഷയാണ്. അപ്പോൾ മാത്സും റീസണിങ്ങും ഇംഗ്ലീഷും ആൾറെഡി തന്നെ നമ്മൾ പ്രിലിംസിന് വേണ്ടി പഠിക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം ചെറിയൊരു പോർഷൻ എന്ത് വരുന്നുണ്ട്? ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ അവയർനെസ്, കമ്പ്യൂട്ടർ അവയർനെസ് പോലെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കേസ് എടുത്താലും വരുന്നത്. ഏജ് കറക്റ്റ് ആണ്, 20 to 28 ആണ് വരുന്നത്. ഏജ് റിലാക്സേഷൻസ് നിങ്ങൾ ശ്രദ്ധിച്ചു വെച്ചോളുക. അത് ഏത് എക്സാം എടുത്താലും നമ്മുടെ സെലക്ഷൻ പ്രോസസ്സ് SBIയുടെ എടുത്താലും ഇംഗ്ലീഷ്, മാത്സ്, റീസണിങ് തന്നെയാണ് പഠിക്കേണ്ടത്. 100 ക്വസ്റ്റ്യൻസ് 100 മാർക്ക്, 1 മണിക്കൂർ വരുന്ന പ്രിലിംസ് എക്സാം. അപ്പോൾ വ്യത്യാസങ്ങൾ വല്ലതുമുണ്ടോ? ഒരു വ്യത്യാസവുമില്ല. ഏകദേശം ഒരേപോലെ തന്നെ ഈ 2 പരീക്ഷയ്ക്കും പഠിക്കാം. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യും. നിങ്ങളുടെ മൈൻഡ് ഒരു കോമ്പറ്റീറ്റീവ് ലെവൽ എക്സാം എന്ന മോഡിലേക്കാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് പഠിച്ചു വിജയിക്കാൻ സാധിക്കുന്ന നിരവധി പരീക്ഷകളുണ്ട്. ബാങ്കിങ് എക്സാംസ് ഉണ്ട്, SSC സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ പരീക്ഷകളുണ്ട്, റെയിൽവേ എക്സാംസ് ഉണ്ട്. പക്ഷേ വളരെ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ആത്മാർത്ഥതയോടെ ഹാർഡ് വർക്ക് ചെയ്ത്, സ്മാർട്ട് വർക്ക് ചെയ്ത് പഠിക്കാൻ തയ്യാറാവണം എന്ന കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി എന്താണ്? മെയിൻസ് വരുമ്പോൾ ഞാൻ പറഞ്ഞു വ്യത്യാസങ്ങളൊന്നുമില്ല. ഫിനാൻഷ്യൽ അവയർനെസ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിംഗ് ഉണ്ട്, കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്. അവിടെയും എന്താണ്? 190 ക്വസ്റ്റ്യൻസും 200 മാർക്കും, 2 മണിക്കൂർ 40 മിനിറ്റ് സമയവും നമുക്ക് എന്ത് ചെയ്യും? ഈ എക്സാമിന് കിട്ടും, മെയിൻസ് എക്സാമിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരേ പാറ്റേണിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന 2 പരീക്ഷകൾ.
ഏകദേശം 15,000-ഓളം വേക്കൻസി. അപ്ലൈ ചെയ്യാൻ ഓഗസ്റ്റ് 21, 26 IBPSന്റെ ഡേറ്റ് 21, 26. ഇനി നിങ്ങൾ മടിച്ചു നിൽക്കാതെ എന്ത് ചെയ്യണം? അപ്ലൈ ചെയ്യണം. ഇനി അപ്ലൈ ചെയ്യുമ്പോൾ കുറെ ആൾക്കാർ ചോദിക്കും, സാർ ഇത് ഫ്രീ ആയിട്ടാണോ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്? അല്ല, ഇതിനകത്തൊരു ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. SC/ST കാറ്റഗറിക്ക് IBPS 175 രൂപയും ജനറൽ കാറ്റഗറി ആളുകൾക്ക് 850 രൂപയാണ് വരുന്നത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വരുമ്പോൾ SC/ST കാറ്റഗറി ആളുകൾക്ക് നില്ലാണ് വരുന്നത്. അതുപോലെ ജനറൽ കാറ്റഗറി OBC ആളുകൾക്ക് 750 രൂപയാണ്. ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് എന്നുള്ളതാണ് ഇത്തരം ബാങ്കിങ് എക്സാംസിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, IBPSൽ എത്രയേറെ ബാങ്കുകൾ പങ്കെടുക്കുന്നുണ്ട്. ആ പരീക്ഷയിലേക്കാണ് 850 അടച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പങ്കെടുക്കേണ്ടത്. അപ്പോൾ അത് 850 അടക്കണമല്ലോ എന്ന് വിചാരിച്ച് വരെ അപ്ലൈ ചെയ്യാത്ത ആളുകളുണ്ട്. നിങ്ങൾ നന്നായി പഠിച്ചാൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്നത് മാത്രമേ ഉള്ളൂ. ഒരു ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് നന്നായി നാട്ടിൽ നല്ലൊരു ജോലി എന്ന രീതിയിൽ, ഒരു ഐഡന്റിറ്റി ഉള്ള ജോബ് എന്ന രീതിയിൽ, നിങ്ങൾക്ക് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവാൻ പറ്റുന്നൊരു ജോലി എന്ന നിലയ്ക്ക് തീർച്ചയായിട്ടും സെലക്ട് ചെയ്യാൻ സാധിക്കുന്ന പരീക്ഷ തന്നെയാണ് ബാങ്കിങ് എക്സാം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വരുന്ന അവസരങ്ങളുടെ ഒരു പെരുമഴ തന്നെയാണ് ഇനി വരാനായിട്ട് പോകുന്നത്. അത് കാണാതെ പോകരുത്, അപ്ലൈ ചെയ്യാതെ പോകരുത്. ആത്മവിശ്വാസത്തോടെ പഠിക്കുക. പലരും നമ്മളെ ഡിസപ്പോയിന്റഡ് ആക്കും, ഇത് കിട്ടത്തില്ല. നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇത് നേടിയെടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ പഠിക്കുക. നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നത് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഓഫ്ലൈൻ ഓൺലൈൻ അഡ്മിഷൻസിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇതൊന്നും കൂടാതെയാണ് ഞാൻ പറഞ്ഞത് ദിശ ബാങ്കിങ് എക്സാംസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലൂടെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ വരാൻ പോവുക. മക്കളെ, നിങ്ങൾ കണ്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പഠിക്കൂ. ദിശയുടെ മെയിൻ ചാനലിൽ നിങ്ങൾക്ക് അറിയാം, SSC RRB എക്സാമുകൾക്ക് ഒരു കംപ്ലീറ്റ് സൊല്യൂഷനാണ്. ദിശ ആർമി എക്സാംസ് എന്ന് പറഞ്ഞ ചാനലുണ്ട്. SSC GD പരീക്ഷകൾ, ഫോഴ്സ് ബേസ്ഡ് എക്സാമുകൾ ആഗ്രഹിക്കുന്നവർക്ക് കംപ്ലീറ്റ് സൊല്യൂഷൻ ആയിട്ടുള്ളതാണ്. സെൻട്രൽ ഗവൺമെന്റ് നോട്ടിഫിക്കേഷൻ ചാനലിലൂടെ എല്ലാ നോട്ടിഫിക്കേഷൻസ്, ഈ ബാങ്കിങ് നോട്ടിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള നോട്ടിഫിക്കേഷൻസ് നിങ്ങളുടെ ഫ്രണ്ടിൽ എത്തിക്കഴിഞ്ഞതാണ്. ഇനി ബാങ്കിങ് എക്സാംസ് എന്ന് പറയുന്ന ചാനലിലൂടെ ബാങ്കിന്റെ ക്ലാസ്സുകൾ വളരെ ഉത്തരവാദിത്വത്തോടെ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വരാനായിട്ട് പോവാണ്. സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ കൂടെ ഉണ്ടാവുക. എല്ലാ സപ്പോർട്ടും തന്ന് അക്കാഡമി നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.